അപ്പൊ ആ പടച്ചോനാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ മൂപ്പരെന്നെ വിളിക്കുക. അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാത്തിനും സൃഷ്ടിച്ചൊരു പടച്ചോനുണ്ട്. നിങ്ങളിപ്പോ വിളിച്ചു പോയ പടച്ചോനുണ്ടല്ലോ, ആ പടച്ചോനെ കുറിച്ചാണ് നമുക്ക് ശരിക്കും ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ആ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. സയൻസ് എന്ത് പഠിക്കാനുള്ളതാ? നമ്മളെ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളതാ. അപ്പൊ നിങ്ങൾ ശരിക്കും സയൻസ് കൊണ്ട് ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ എന്താ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതിനെ കുറിച്ച്, അതായത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് പഠിക്കാനുള്ള സയൻസ് കൊണ്ട് മെറ്റീരിയൽ വേൾഡിന്റെ പുറത്തുള്ള ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിലെന്തോ ഒരു പ്രശ്നമില്ലേ? ഡിറ്റക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത്. അല്ല, പ്രപഞ്ചത്തിന്റെ പുറത്താണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡ് എത്ര യൂണിവേഴ്സ് ഉണ്ടോ അതിന്റെ ഒക്കെ പുറത്താണ്. ഈ യൂണിവേഴ്സ് അല്ല, എത്ര യൂണിവേഴ്സ് ഉണ്ടോ അതിനൊക്കെ പുറത്ത്, സകല പ്രപഞ്ചങ്ങൾക്കും അധിപൻ. അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ പുറത്ത് കേട്ടോ. അവിടെ ആര് എങ്ങനെ ഇരിക്കണേ? അവിടെ ഒരു കസേരന്റെ മുകളിൽ ഇരിക്കണേ. ഒന്നുമില്ലായ്മയിൽ പ്രപഞ്ചത്തിന്റെ പുറത്ത് കസേരട്ട് ഇരിക്കുന്ന ഒരു പടച്ചോനാണ് ഞങ്ങളെ സങ്കല്പത്തിലെ ദൈവം. ആര് നേരത്തെ ഒരു വിളിച്ചപ്പോ ഈ കോമാളികളെ കൊണ്ട് തരം കെട്ടുപോയപ്പോ എന്റെ പടച്ചോനെ എന്ന് പറയില്ലേ, ആ പടച്ചോനാണ് ഇത്ര ഓര് പറഞ്ഞ പടച്ചോൻ. ആ പടച്ചോനാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ പുറത്താണ്. അങ്ങനെ ആകുമ്പോ പിന്നെ ശാസ്ത്രത്തിന് കണ്ണുപെടൂല. ശാസ്ത്രത്തിനൊന്നും അന്വേഷിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് സേഫ് ആയിട്ടാണ് പടച്ചോൻ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആ പടച്ചോൻ സ്വർഗത്തിലാണ്. ആ പടച്ചോൻ കസേരയിൽ കുത്തിരിക്കുകയാണ്. ആ പടച്ചോൻ പീഠത്തിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നു. ആ പടച്ചോന്റെ ചുറ്റിലും മലക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ മെറ്റീരിയൽ വേൾഡിന്റെ പുറത്ത്. പക്ഷെ ആ മെറ്റീരിയൽ വേൾഡിന് പുറത്തുള്ള പടച്ചോന്റെ അടുത്തുള്ള ജിബിരിയില് 6 നൂറ്റാണ്ടിൽ അറബ് നാട്ടിലെ മലമുകളിൽ പൊത്തിലിരുന്ന മുത്തുനബീന്റെ അടുത്ത് കിതാബായിട്ട് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് ആ കിതാബിലുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞു എന്ന് പിന്നീട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട കഥകളാണ് ഈ പ്രപഞ്ചത്തിന്റെ പുറത്ത് ജീവിക്കുന്ന പടച്ചോന്റെ എല്ലാ വിശേഷണങ്ങളും നമുക്ക് പറഞ്ഞത്. അപ്പൊ ജിബിരിയിൽ ഇങ്ങോട്ട് വന്നപ്പോ പ്രപഞ്ചത്തിന്റെ ഔത്തായില്ലേ? അത് വേണേ നമുക്ക് ശാസ്ത്രം കൊണ്ട് കണ്ടെത്തിക്കൂടെ? കാരണം പ്രപഞ്ചത്തിനകത്തുള്ളതാണല്ലോ. ചന്ദ്രനെ പിളർത്തിയത് പ്രപഞ്ചത്തിനകത്തല്ലേ, അത് പുറത്തുനിന്ന് പിളർത്തിയതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം അള്ളാഹു കുല്ലു ഷൈഇൻ ഖദീറാണ്. പിന്നെ ചോദിക്കരുത് എങ്ങനെയാന്നൊന്നും ചോദിക്കരുത്, കഥ ചോദ്യമല്ല. അപ്പൊ ഈ മെറ്റീരിയൽ വേൾഡിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ? അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കണേ? മെറ്റീരിയൽ വേൾഡില് തലച്ചോറ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ട് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ, അനുമാനങ്ങൾ അതെവിടെ നടക്കണേ? ഇവിടെ. നമ്മൾ എന്ത് ചിന്തിക്കണം? ഇതിന്റെ ഒക്കെ പുറത്ത് ഒരാളുണ്ടെന്ന് ചിന്തിക്കണം. ആ പടച്ചോൻ സേഫാണ്. കാരണം പടച്ചോന്റെ തനി സ്വരൂപം പുറത്ത് കിടക്കേണ്ട ഒരവസ്ഥ ഇവിടെ വരൂല. നമ്മൾ തൽക്കാലം പടച്ചോനെ പുറത്ത് നിർത്തിക്കാണല്ലോ, പ്രപഞ്ചത്തിന്റെ പുറത്താണ്. അവിടെ പടച്ചോ സേഫാണ്. ശാസ്ത്രത്തിന്റെ ബൈനോക്കുലറും അതേപോലെ തന്നെ മറ്റേ ഒന്നും കാണൂല. ടെസ്റ്റ് ട്യൂബിലൊന്നും പടച്ചോ കൊടുങ്ങൂല, അല്ലെങ്കിൽ മറ്റേ ടെലസ്കോപ്പിലൊന്നും പടച്ചോ കൊടുങ്ങൂല. പടച്ചോ സേഫാക്കി മാറ്റി വെച്ചിക്ക. അപ്പോൾ കൊണ്ടായ ആളാണ് തൽക്കാലം കീസിലിട്ടു. ഇനി ആവശ്യമില്ല, കാരണം ദൈവവിശ്വാസി അല്ല ഇവിടെ ഉള്ളത്. അപ്പൊ ഇനി അവർക്ക് ദൈവം ഉണ്ടെന്ന് സാധിച്ചാൽ മതി. അതിന് ഇനി കടന്ന് കഷ്ടപ്പെടല് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ മെറ്റീരിയൽ വേൾഡിന്റെ പുറത്തുള്ള പടച്ചോന്റെ കഥ ബാസിലൊന്ന് പറഞ്ഞു തരണേ എനിക്ക്. ആ മെറ്റീരിയൽ വേൾഡിന്റെ പുറത്തായിരിക്കണം എന്ത്? സ്വർഗവും നരകമൊക്കെ. നരകത്തിൽ തീ കത്തുണ്ട്, അതൊന്നും മെറ്റീരിയൽ അല്ല. അതൊക്കെ മെറ്റീരിയൽ വേൾഡിന്റെ പുറത്താണ്. മലക്കുകൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മരമുട്ടികൾ, കല്ലുകൾ, ഇരുമ്പുകൾ ഒക്കെ കത്തുന്നുണ്ട്. സ്വർഗത്തിലാണെങ്കിൽ ഹൂറികൾ, പുതിയാപ്പിളമാര് ഭൂമിയിൽ നിന്ന് വരുന്നത് കാത്ത് കുത്തിരിക്കുന്നുണ്ട്. അവർ പതുപതുത്ത പട്ടുമെത്തകളിൽ ചാരി ആ തേനും പാലും ഒഴുകുന്ന അരുവിയുടെ തീരത്ത് ആ കൊട്ടാര സമാനമായ മാളികക്കകത്ത് തന്റെ പുതുമണവാളൻ ഇങ്ങനെ കോരിച്ചൊരിയുന്ന മഴയത്ത് കോഴിക്കോട് ബീച്ചിലൂടെ സ്വർഗപ്രവേശനത്തിന് അല്ലെങ്കിൽ എന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണല്ലോ എന്റെ പുതിയാപ്പിള ഈ കടപ്പുറത്ത് കിടന്നിട്ട് ഈ പെടാപ്പാടൊക്കെ പെടുന്നത് എന്ന് ആലോചിച്ചിട്ട് പഠിച്ചോനെങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ പുതിയാപ്പിളിനൊന്ന് വേണ്ട എത്തിച്ചേരിയെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ മുഴുകി കടപ്പുറത്ത് ദീന് വിൽക്കാൻ നടക്കുന്ന പടച്ചോനെയും കാത്ത് അവിടെ സ്വർഗത്തിൽ ഹൂറികൾ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും മെറ്റീരിയൽ വേൾഡിന് പുറത്താണ്. ഇതൊക്കെ പുറത്താണ്. പടച്ചോനും പുറത്താണ്. മെറ്റീരിയൽ വേൾഡിനകത്തുള്ള ഞാനും നിങ്ങളും ചന്ദ്രനും ആകാശവും ഭൂമിയും പിന്നെ സൂര്യന് പോയി വീഴാനുള്ള ഒരു ചളിക്കുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സയൻസിന് ഒരു മേഖല ഉണ്ട്, അതെന്താ? മെറ്റീരിയൽ വേൾഡ്. നമ്മുടെ സയൻസിന്റെ ഏത് എക്സ്പെരിമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കാണ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റീരിയൽ വേൾഡിനെ ഒബ്സർവ് ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുന്ന ദൈവം, നിങ്ങൾ നേരത്തെ വിളിച്ച ആ പടച്ചോൻ ഉണ്ടല്ലോ, ആ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ അത് പടച്ചോനാവില്ല. എങ്ങാനും ആൾ ഇങ്ങോട്ട് വന്ന പടച്ചോനല്ല. അപ്പൊ ഇവര് ഇന്റലിജന്റ് ഡിസൈനർ ആണല്ലോ പടച്ചോൻ. അപ്പൊ ഇവര് പറയുന്ന കണക്കനുസരിച്ചിട്ട് ഇപ്പൊ ഒരു വിമാനം ഉണ്ടാക്കിയ ആള് ആ വിമാനത്തിന്റെ അകത്ത് കയറി കുത്തിരുന്നാൽ പിന്നെ വിമാനം ഉണ്ടാക്കിയ ആളാവില്ല.
ഇവരുടെ പ്രധാനപ്പെട്ട ഇതെന്താ? ഒരു കാർ നമ്മൾ ഉണ്ടാക്കി, അത് ഉണ്ടാക്കി അതിന് പുറത്തുള്ള ഒരാൾ വേണ്ടേ? പുറത്തുള്ള ഒരാള് ഔത്ത് വന്നാൽ പടച്ചോനാവില്ല. എന്താ ബാസിലെ അകത്ത് ഇരുന്ന എന്താ പടച്ചോന്? പടച്ചോൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് നിങ്ങൾ ഹദീസിലില്ലേ? അപ്പൊ ഒന്നാം ആകാശത്തേക്ക് പടച്ചോൻ ഇറങ്ങി വന്നാൽ 6 ആകാശം അതിന്റെ മുകളിലല്ലേ? ഈ 7 ആകാശത്തിന്റെ പുറത്തുനിന്ന് അള്ളാഹ് ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നാൽ അപ്പൊ അത് പ്രപഞ്ചത്തിന്റെ ഔത്തായില്ലേ ബാസിലെ? എന്തൊക്കെ വിവരക്കേട ബാസിലേജ് പറയുന്നത്? അത് മാത്രമല്ല, അള്ളാഹ് ഉണ്ടാക്കിയ പ്രപഞ്ചത്തിനകത്ത് അള്ളാഹു കുത്തിരുന്നാൽ അത് പടച്ചോനല്ലാതാകും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അകത്ത് ആ കസേരട്ട് കുത്തിരിക്കാൻ കഴിവില്ലാത്ത, അശക്തനായ, അതിന് ശേഷിയില്ലാത്ത, കഴിവ് കെട്ടവനാണോ നിങ്ങളെ പടച്ചോൻ? അല്ല, ഇവരുടെ ഈ കടപ്പുറം ലോജിക്ക് വെച്ചിട്ട്, ഇവരുടെ ഈ കോഴിക്കോട് ബീച്ച് ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ആലോചിച്ചാൽ ഇതിനൊക്കെ ഒരു ഉത്തരം പറയണ്ടേ? അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് കിതാബിലില്ലേ ബാസിലെ? സഹിഹായ ഹദീസ് അല്ലേ? തള്ളിക്കളയാൻ പറ്റുമോ? അപ്പൊ പ്രപഞ്ചത്തിന്റെ അകത്താണ് പടച്ചോനെങ്കിൽ ആ പടച്ചോനാവൂല എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന് ഇജ്ജൊക്കെ അക്കീദ പഠിച്ചത്? ഇന്റെ അടുത്ത് വാ ഒരു മാസം ട്യൂഷന്, ഞാൻ അനക്ക് പഠിച്ചു തരാം എന്താണ് ഈമാനി, എന്താണ് അക്കീദ, എന്തിനെ വിശ്വസിക്കേണ്ടത്, എന്താണ് പടച്ചോൻ, എന്താ പടച്ചോന്റെ സിഫത്ത് എന്നൊക്കെ. അള്ളാഹ് ഉണ്ടാക്കിയ ഭൂമിക്കകത്തേക്ക് ഇപ്പൊ ഭൂമിയിലേക്ക് അള്ളാഹ് ഇറങ്ങി വന്ന എന്താ പ്രശ്നം? അള്ളാഹ് വിചാരിച്ച നടക്കൂലേ? എന്തൊക്കെ വിവരക്കേടായി പറഞ്ഞേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. എന്താ ബാസിലി കാണിച്ചു കൊടുക്കുന്നത്? ഏതെങ്കിലും ഭൂമി അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ ദൈവമാകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല അല്ലെ? ആ സൂര്യനെയും ചന്ദ്രനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ഇതിന്റെ ഒക്കെ പ്രപഞ്ചത്തിനൊക്കെ പുറത്തുള്ള ഒരു പടച്ചോനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല. നമുക്ക് സയൻസ് എന്ന് പറയുന്ന മെറ്റീരിയൽ അപ്പൊ ആ സയൻസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വേൾഡ് ഉള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ള സയൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റൂല. നോട്ട് ദ പോയിന്റ്. പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റൂല. മെറ്റീരിയൽ വേൾഡിന് പുറത്തുള്ളതാണ് പടച്ചോൻ. അതുകൊണ്ട് അതിന് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റൂല. മതി, കഴിഞ്ഞു, കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡിൽ നിന്നുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റൂലാത്ത, സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റൂല എന്നാണ് അർത്ഥം. ബാക്കി എന്താ ഉള്ളത്? സങ്കല്പമാണ്, വിശ്വാസമാണ്. ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? നിങ്ങൾ ഈ പറയുന്ന സങ്കല്പങ്ങളാണ് നമ്മളും അതേ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റിലൂടെ നിരാകരിക്കുന്നത്. അല്ലാതെ ദൈവമല്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ദൈവത്തിനുണ്ട് എന്ന് പറയുന്ന ദൈവത്തിന്റെ നിങ്ങൾ പറയുന്ന ചില എന്താ പറയാ, ചില പ്രത്യേകതകൾ, ചില സിഫത്തുകൾ, ചില വിശേഷണങ്ങൾ, അത് ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഈ ഗ്രന്ഥത്തിൽ ഇല്ലാതായാൽ മതി. ഉദാഹരണത്തിന്, ദൈവം പരിപൂർണനാണ് എന്ന വാദമുണ്ട്. ദൈവം ഏറ്റവും ഉത്തമമായ നീതി അല്ലെങ്കിൽ മൊറാലിറ്റി ഉള്ള ആളാണ്. ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്താൽ ഇത് ആണോ അല്ലേ നോക്കിയാൽ മതി. സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ പുറത്തുള്ള ദൈവത്തെ സ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് ഇല്ലാന്ന് സ്ഥാപിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വരിക, ആ കടപ്പുറത്തുനിന്ന് 2 പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിയിട്ട് നിങ്ങൾ എറണാകുളത്തേക്ക് വണ്ടി കയറി, നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. വരുമ്പോ ഒരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ഏതോ ഒരു ദൈവമല്ല, നിങ്ങൾ ഇപ്പൊ വാനിറ്റി ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അള്ളാന്റെ കിതാബിന്റെ 2 കോപ്പി എടുത്തോളി, നമുക്ക് പരിശോധിക്കാം. അപ്പൊ ആ സയൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡ് ഉള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ള സയൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റൂല അല്ലെ? അപ്പൊ ശരിക്കും സയൻസ് കൊണ്ട് ദൈവത്തെ തെളിയിക്കണം എന്ന് ശ്രദ്ധിച്ചോട്ടോ. അതായത് സയൻസ് കൊണ്ട് ദൈവത്തെ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ആ ചോദിക്കുന്ന സഹോദരി ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ ദൈവം ഉണ്ടെന്നാ? ആന്ന് പറഞ്ഞാൽ കൊടുക്കും, അല്ലാന്ന് പറഞ്ഞാൽ കൊടുക്കും. അപ്പൊ സഹായിക്കാൻ വേറൊരു വിദ്വാൻ രംഗപ്രവേശം ചെയ്യാൻ. ഇതൊക്കെ സൂക്ഷ്മമായി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കോമാളികൾ അവിടെ കോമാളിത്തരം കാണിക്കുന്നത്, ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് വേറെ സയൻസ് തെളിയിക്കാതെ ദൈവത്തെ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ സയൻസ് ദൈവത്തെ തെളിയിക്കാനുള്ളതല്ല. അപ്പൊ ദൈവത്തിന് തെളിവില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന് തെളിവില്ല, ദൈവത്തിന് തെളിയിക്കാനും കഴിയൂല. എന്ത് വെച്ചിട്ട്? ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയൂല. പിന്നെ എങ്ങനെ തെളിയിക്കാൻ കഴിയാം? പിന്നെ നിങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ സങ്കല്പവും വിശ്വാസവും വെച്ചിട്ടാണ്. ആ സങ്കല്പവും വിശ്വാസവും വെച്ചിട്ട് നിങ്ങൾ പറയുന്ന വാദഗതികൾ വസ്തുനിഷ്ഠമായ വിശകലനത്തിലൂടെ, സാമൂഹിക യാഥാർത്ഥ്യത്തിലൂടെ, പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ പരിശോധിച്ചാൽ നിങ്ങൾ പറയുന്ന പടച്ചോൻ പുകയാണ് എന്ന് തെളിയിക്കാൻ ഈസി ആയിട്ട് പറ്റും. അതിന് നിങ്ങൾ ഊരും പേരുമില്ലാത്ത ഏതോ ഒരു പടച്ചോനും കൊണ്ട് വരരുത്. നിങ്ങളെ പടച്ചോനും പടച്ചോന്റെ ജാതകമായ ഖുർആനും കൊണ്ട് വന്നാൽ ആ ഖുർആനിൽ ഉള്ള പടച്ചോൻ നിങ്ങൾ ഈ പറയുന്ന ഏതോ ദൈവമല്ല എന്ന് തെളിയിച്ചു കൈത്തരാം. തയ്യാറുണ്ടോ?
ഖുർആാനിന്റെ 2 കോപ്പി എടുത്തിട്ട് ബാസിലും സമതും മറ്റേ ചങ്ങായി വേണ്ട, ആ കണ്ണട വെച്ച ചങ്ങായി വേണ്ട, എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല. ബാസിലും സമതും കൂടിയും കയറി വരി എറണാകുളത്ത് വരികയാണെങ്കിൽ നമുക്ക് കൂടി ഇരുന്നിട്ട് നിങ്ങളെ പടച്ചോന്റെ ജാതകം പരിശോധിക്കുകയും ആ പടച്ചോൻ നിങ്ങൾ ഈ പറയുന്ന പ്രപഞ്ചത്തിന് പുറത്തുള്ള സർവത്തിനും കഴിയുന്ന എല്ലാത്തിനും കഴിയുന്ന ഒരാൾ കൊടുത്തയച്ച പുസ്തകമാണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാനും ഡിസ്പ്രൂവ് ചെയ്യാനും പറ്റില്ലാത്ത സ്ഥിതിക്ക് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളും വെറുതെ നമുക്ക് ഒഴിവാക്കാം. നിങ്ങളെ കൊണ്ട് കഴിയാത്തത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ പിന്നെ നമുക്ക് അങ്ങനെ ദൈവത്തെ മനസ്സിലാവാം. ദൈവം ഇല്ല നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നേരത്തെ വിളിച്ച പടച്ചോനോ? അത് കൾച്ചറൽ ആയിക്കോട്ടെ, പടച്ചോനെ വിളിച്ചത്. അപ്പൊ പിന്നെ ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് കിട്ടിയത്? അവർക്ക് വിശ്വാസമില്ല, പടച്ചോ ഇല്ലാന്ന് പോലെ ഉറപ്പിച്ച് വിശ്വസിക്കണോ? അതിനെന്താ തെളിവ്? അതിന് ഇനിയിപ്പോ ശാസ്ത്രീയമായ തെളിവ് കൊടുക്കേണ്ടി വരും. എന്നാ പടച്ചോ ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല, കാരണം പടച്ചോ പുറത്താണ്, പ്രപഞ്ചത്തിന് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ഭൗതികമായ പ്രപഞ്ചത്തിന് പുറത്തായതുകൊണ്ട് തന്നെ അത് മെറ്റീരിയൽ വേൾഡിന് പുറത്തല്ലേ, അപ്പൊ അതുകൊണ്ട് അത് തെളിയിക്കാൻ പറ്റില്ല. ഇല്ല എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ തെളിവ്? ഞാൻ ചോദിക്കുന്നു, ചില ആൾക്കാരിനോട് ചോദിച്ചു, ഇവർ ശരിക്കും കോമാളി വേഷം കെട്ടുകയാണോ അതോ ഇവർ ഇങ്ങനെ തന്നെയാണോ എന്നാണ് ചോദിച്ചത്. എനിക്കിപ്പോ സംശയമുണ്ട്. ഞാൻ എന്റെ മോന് ഇപ്പൊ കുറച്ചപ്പുറം മാറിയ സ്ഥലത്താണ്, കൊടുവള്ളി നിൽക്കുകയാണ്. ഉദാഹരണമാണ്, പിടിച്ചിരുന്നോളിട്ടോ. വാപ്പി എനിക്ക് 5 രൂപ മിഠായി മേടിക്കട്ടെ എന്ന് പറയുന്നു. എന്റെ അമ്മ പറയുന്നത് 5 രൂപ വെച്ചിട്ട് വാപ്പി തന്നില്ല, അപ്പൊ എനിക്ക് വാപ്പിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എനിക്കത് സിമ്പിൾ അല്ല, മനസ്സിലായോ? ഞാൻ കണ്ടിട്ടില്ല. ദൈവം കണ്ടില്ലല്ലോ, നിങ്ങൾ പറയുന്ന രൂപം ഉണ്ട് അറിയാലോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദൈവം ഉണ്ടല്ലേ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. അതിന്റെ ചെങ്ങായിമാരെ, നിങ്ങൾ ഈ പണിക്ക് പറ്റൂല, നിങ്ങൾക്ക് ഇതൊന്നും അറിയൂല, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, ഇതിനൊന്നും പറയാനില്ല. കുറച്ച് കോമാളികൾ അവിടെ കോപ്രായം കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. തൽക്കാലം പടച്ചോൻ ഇപ്പൊ വാനിറ്റി ബാഗിൽ സേഫാണ്, പടച്ചോനും മേത്ത് തട്ടുന്നില്ലല്ലോ. പിന്നെ ഏതോ ഒരു പടച്ചോൻ, ഏതോ ഒരു ശക്തി അത് ഉണ്ട് നമ്മളിട്ട് പറഞ്ഞിട്ടില്ല. ഏത്? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നല്ലാതെ എങ്ങനെ നിങ്ങൾ തെളിയിക്കാന്ന് പറഞ്ഞേരി. ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ല, അതുപോലെ അങ്ങനെ ഒരു വാദമില്ല, അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ എല്ലാം നിങ്ങളൊന്ന് തെളിയിച്ചേരി. ഏത് ഇവർ വിശ്വസിക്കാത്ത ഒരു കാര്യത്തിന് ഇവർ ഡെഫിനിഷൻ വരെ കൊടുക്കണം. പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചോദ്യം, പ്രാർത്ഥന കേൾക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എല്ലാ പ്രാർത്ഥനയും അതേപോലെ കേട്ടോളാം. അല്ല, അങ്ങനെയല്ല. പിന്നെ അതെന്താ പ്രശ്നം അറിയോ? നിങ്ങൾ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ചില ഈ ബാലരമയിൽ ബാലമംഗളത്തിലൊക്കെ വിളിച്ച കുട്ടിച്ചാകുക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ വരുന്ന അങ്ങനെ ഒരു ദൈവത്തിനെ കുറിച്ച് മതം പോലും പറയുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു മതം പറയാണ് ദൈവത്തെ വിളിച്ചാൽ അപ്പൊ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് അത് സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയാം. അങ്ങനെ സംഭവിക്കുമെന്ന് പറയുകയും അങ്ങനെ സംഭവിക്കുകയും ആയിരുന്നെങ്കിൽ നമുക്ക് ദൈവം ഉണ്ട് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ ഈ പറയുന്ന ദൈവത്തിന് തെളിവില്ല എന്നാണ്. എന്താ എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഇത്ര വിവരമില്ലേ? ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല എന്ന് ഉള്ള നമ്മളോട് പറയാണ് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. ഏതുപോലെ ഭൂമിയുടെ ആകൃതി ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ തെളിവ് എന്ന് അക്ബർ സാഹിബ് അവസാനം പറഞ്ഞ പോലത്തെ ഒരു വർത്താനാണിത്. എത്ര കൊല്ലം ഒട്ടകമുട്ട ഉരുട്ടി നിങ്ങൾക്ക് അറിയും. അതിനുശേഷം അവസാനം അക്ബർ സാഹിബ് കണ്ടെത്തിയത് ഭൂമിയുടെ ആകൃതി ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ തെളിവാണ്. അതിന് മുമ്പ് എന്താ വെച്ചാൽ 6-ാം നൂറ്റാണ്ടിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന് എങ്ങനെയാണ് ഒട്ടകമുട്ടക്ക് സമമാണ് എന്ന് പറയാൻ കഴിയും? അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഇതേ ജാതിയുടെ അടുത്തത് എനിക്കതൊന്നല്ല, ഈ പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ വാപ്പ കൊടുവള്ളിയിലാണ് മകൻ നിൽക്കുന്നത്, അപ്പൊ കോഴിക്കോട് നിൽക്കണ വാപ്പാനോട് മകൻ കൊടുവള്ളിയിൽ നിന്ന് വാപ്പ എനിക്ക് കുറച്ച് പൈസ തരണേ എന്ന് പറഞ്ഞപ്പോ പൈസ കിട്ടിയില്ല എന്നുള്ളത് വാപ്പ ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലല്ലോ ഈ ജാതി ഉദാഹരണം അല്ലേ? സിമ്പിൾ ആയിരുന്നു. ഈ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഒരു സിമ്പിൾ ഈ ഫ്ലാറ്റിന്റെ അകത്ത് ഒരാൾ ഈ മഴ പെയ്തപ്പോഴേ നല്ല മൂഡ്, ഈ മഴ നിന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ മരത്തിന്റെ അടിയിലായിരുന്നു, ഞങ്ങൾ മഴ നിന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. അപ്പൊ ഈ 2 പ്രാർത്ഥന കൂടി ഈ പറഞ്ഞ ദൈവം ഇങ്ങനെ കേൾക്കും. ദൈവം ഇല്ലാന്ന് ഉറപ്പിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞ 2 ന്യായം ഇങ്ങോട്ട് നോക്കിട്ടോ, ഇവര് ദൈവത്തിന് ഒരു കഴിവുമില്ല. ആ കടപ്പുറത്തിന്റെ അപ്പുറത്തെ റോഡിന്റെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നിട്ട് കാരണോല് പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ മഴ ഒന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ചൂടാണ്. റോഡിന്റെ ഇപ്പുറത്ത് കടപ്പുറത്ത് ഇരിക്കുന്നവർ പറയാണ് പഠിച്ചോനെ മഴ പെയ്ക്കരുതട്ടോ, ഇന്നത്തെ കൊടല്ലാന്ന്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ പഠിച്ചോ കുടുങ്ങൂലേ? അതെങ്ങനെ സാധിച്ചു കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. എന്താണ് റോഡിന്റെ അപ്പുറത്ത് മഴ പെയ്യുകയും ഇപ്പുറത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്താൽ എന്താ പഠിച്ചോന് കഴിയൂലേ? എന്ത് വർത്താന ചങ്ങായിമാരങ്ങൾ പറയണേ? കമ്പിപ്പാറയും മഴവും പിക്കാസും ഒന്നും ഇല്ലാതെ ചന്ദ്രനെ പുലർത്തിയ പഠിച്ചോന് കോഴിക്കോട് ബീച്ച് റോഡിന്റെ അപ്പുറം ഇപ്പറയും മഴ ഉള്ളതും ഇല്ലാത്തവന് ചോദിക്കണവനക്ക് ഓന്റെ തല മണ്ടയുടെ മുകളിൽ മാത്രം മഴ പെയ്ക്കുക പഠിച്ചോൻ വിചാരിച്ച് നടക്കൂലേ?
അങ്ങനെ ചോദിച്ചാൽ നടക്കൂലല്ലോ. പടച്ചോന്റെ കദീറിനെ കുല്ലുശൈഇൻ കദീറിനെ നിങ്ങള് കടപ്പുറത്ത് കപ്പലണ്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല കൂട്ടരങ്ങള്. അള്ളാഹ്ക്ക് കഴിയും. എന്തൊക്കെ കുട്ടികൾ പറഞ്ഞു, അള്ളാഹ്ക്ക് അതൊക്കെ കഴിയും. ഫ്ലാറ്റിലിരുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നു മഴ വേണം പഠിച്ചോനെ, അപ്പൊ പഠിച്ചോനെ അവിടെ മഴ കൊടുക്കാനും കഴിയും. ബീച്ചിലിരിക്കുന്ന ആൾ പറയുന്നു പഠിച്ചോനെ മഴ പെയ്യിക്കരുതേ, കൊണ്ടെടുക്കാൻ മറന്നുപോയി, അപ്പൊ അള്ളാഹ്ക്ക് അവിടെ മഴ ഇല്ലാതാക്കാനും കഴിയും. അങ്ങനെ കഴിയുമ്പോഴാണ് പഠിച്ചോനാവുന്നത്. അങ്ങനെ കഴിയൂലെങ്കിൽ പിന്നെ പഠിച്ചോനാവും. ബാസിലെ പറഞ്ഞു കൊടുക്ക്. ബാസിലെ എന്താണ് ബാസിലെ നിങ്ങൾ അവിടെ കാണിക്കൂട്ടുന്നത്? ഒരാൾ മണ്ടത്തരം പറയുമ്പോ എന്നിട്ട് ശരിയാണ് എന്നിട്ട് പറയാം. ഇപ്പുറത്തെ ഒരാൾ മണ്ടത്തരം പറയുമ്പോ പറഞ്ഞു കൊടുക്കണ്ടേ, അല്ല എന്റെ പഠിച്ചോനൊക്കെ കഴിയും. വീടാന്തരം വേണമെങ്കിൽ ഒരു വീട്ടിൽ മഴ ഉണ്ട്, ഒരു വീട്ടിൽ മഴയില്ല. ഇനി വേണമെങ്കിൽ കോലായി ഭാഗത്ത് മഴ, ഇപ്പൊ പിന്നെ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചിരിക്കുന്ന വല്യപ്പാക്ക് മഴ വേണം, അടുക്കള ഭാഗത്ത് തുണി തോരയിട്ടുള്ള ഉമ്മാക്ക് മഴ വേണ്ട. അപ്പൊ രണ്ടാളും ബഹുസ്കരിച്ചു. വാപ്പ സിറ്റ് ഔട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു പഠിച്ചോനെ അല്ലാത്ത ചൂടാണിച്ച് കുറച്ച് മഴ കൊണ്ടാ പഠിച്ചോനെ. ഉമ്മ അടുക്കള ഭാഗത്ത് എന്നിട്ട് പ്രാർത്ഥിച്ചു പഠിച്ചോനെ ഇജ്ജ് എല്ലാത്തിനും കഴിവുള്ളവനാണ് പഠിച്ചോനെ. ഉമ്മർത്തിരുന്നിട്ട് മൂപ്പര് പറയണോ ഇജ്ജ് കാര്യമൊക്കെ ഉണ്ട് പഠിച്ചോനെ, ഞാൻ ഇവിടെ തുണി തോരട്ടിക്കാണ്, ഒന്ന് ഉണങ്ങിയെടുക്കണം, നാളെ കുട്ടികൾക്ക് സ്കൂൾക്ക് വെള്ളമാണ് പഠിച്ചോനെ, അതുകൊണ്ട് ഇജ്ജ് മഴ പെയ്ക്കല്ലേ പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ കോലായി ഭാഗത്ത് മഴ പെയ്യുകയും അടുക്കള ഭാഗത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ പെയ്യിക്കാനും പെയ്യാതിരിപ്പിക്കാനും കഴിയുന്ന ആളാണ് ആര്? പഠിച്ചോൻ. എന്തുകൊണ്ട്? അള്ളാഹു കുല്ലുശൈഇൻ ഖദീറാണ്. ചന്ദ്രനെ പിളർത്തുമ്പോ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ഉണ്ടാവുന്ന പ്രകൃതിപരമായ ഫിസിക്സ് നിർവചിച്ചിട്ടുള്ള ഒരു മാറ്റങ്ങളും ഉണ്ടാക്കാതെ ചന്ദ്രനെ പിളർത്താൻ കഴിയുന്ന ആളാണ് ആര്? അള്ളാഹു. അല്ലേ? അങ്ങനെയല്ലേ വിശ്വാസം? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് ബാസിലെ. അങ്ങ് പറഞ്ഞു കൊടുക്ക. ആ പുള്ളി ഇപ്പൊ നിങ്ങളെ കൂടെ കൂടിയിട്ടുള്ളൂ. അന്ന് ആ ബീച്ചിൽ നിന്ന് കിട്ടിയതല്ലേ, ഇതിനു മുമ്പ് ബീച്ചിൽ പോയപ്പോ കിട്ടിയതാണ് അവിടുന്ന്. പിന്നെ നിങ്ങളെ കൂടെ കൂടി. ശരി, നാക്ക് അക്കീത് ഉറപ്പിച്ചു കൊടുക്ക്. അള്ളാന്റെ കതീർമ തൊട്ട് കളിക്കരുതെന്ന് പറയും. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ചാറ്റ്ജിപിടിയിൽ അടിക്കാം, ഒരു ടീം വന്നിട്ട് ഇങ്ങനെ അടുത്ത് കഥ പറഞ്ഞു വോയിസ് ഇട്ടാൽ മതി. അവന്മാർ ഇന്ന ചോദ്യം ചോദിച്ചു. എനിക്ക് അല്ല ഞാൻ പറഞ്ഞ രണ്ട് സ്ഥലത്ത് ട്രാപ്പായപ്പോ എനിക്ക് ശക്തമായ ഒരു ആർഗ്യുമെന്റ് വേണം എന്ന് പറയാം. അപ്പൊ ഒരു ആർഗ്യുമെന്റ് തരുമല്ലോ. അപ്പൊ തിരിച്ചു ചോദിച്ചു ചാറ്റ്ജിപിടിയോട് ദൈവം ഉണ്ടോ എന്താ പറയാ? ദൈവം ഉണ്ടോന്നല്ല ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണ്, സയൻസിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു സാധനം എന്തായാലും ഒന്നാണല്ലോ. ദൈവം ഒരേ സമയം ദൈവം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യില്ലല്ലോ. അതായത് ഒന്നില്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ദൈവമില്ല. അപ്പൊ ഞാൻ ബാസിലിന്റെ നിപ്പിട്ട് ഏത് നേരത്തെ ഈ ചങ്ങാതിനെ കൂടെ കൂട്ടാൻ തോന്നിയെന്ന്, അതോ എന്താ ഇദ്ദേഹം പറയുന്നത് പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറയുന്നത് കേട്ടില്ലേ എന്ന ഫീലിൽ നിൽക്കണമെന്നും അറിയില്ല. എന്തോ ആ മുഖത്ത് എന്തോ ഒരു പോലെ എന്താ നിങ്ങൾക്ക് തോന്നിയേ? രണ്ടിലൊരാൾ പറയുന്നത് തെറ്റാണ് അല്ലെ? നമ്മൾ രണ്ടുപേരിൽ ഒരാൾ പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല പറയണം. ഞാൻ ദൈവം ഉണ്ടെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ രണ്ട് തെറ്റായിരുന്നു. തെറ്റ് ഇൻ ദ സെൻസ് ആ ഒരു ഡെഫിനിഷൻ സൂട്ട് ആവില്ല. കാരണം ഒരു സംഭവം സൃഷ്ടിച്ചത് എന്തല്ലാത്ത അതിന് പുറത്തായിരിക്കണമല്ലോ. എന്തിന് ചങ്ങാതിയെ? ഒരു വിമാനം ഉണ്ടാക്കിയ ആൾക്കാർക്ക് എന്താ അതിനകത്ത് കയറി കുത്തിരുന്നൂടെ? എന്താ ഈ പറയുന്നത്? നിങ്ങൾ സൃഷ്ടാവുണ്ട് എന്നുള്ളതിന് തെളിവ് കാറും വിമാനമൊക്കെ പറയലേ. ഒരു വിമാനം സൃഷ്ടിച്ച ആൾക്ക് എന്താ അതിന്റെ മുന്നത്തെ സീറ്റ് കുത്തിരുന്ന് അത് ഓടിച്ചൂടെ? അല്ലെ അതിൽ യാത്ര ചെയ്തൂടെ? ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചോണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇതൊക്കെ ഇങ്ങനെ സംവിധാനിക്കാൻ ഒരാൾ വേണ്ടേ? അയാൾ ഇതിന്റെ പുറത്താവണ്ടേ എന്നാണ് ചോദിക്കുന്നത്. കാർ ഉണ്ടാക്കണ വരെ പുറത്ത് നിന്നിട്ട് കാർ ഉണ്ടാക്കുമ്പോ ഡോർ തുറന്നകത്ത് കയറി ഇരുന്നൂടെ? ഇരിക്കാം. അങ്ങനെ പുറത്താക്കുന്നത് എന്തിനാ വെച്ചാൽ സയൻസിന്റെ ദൃഷ്ടിപ്പെടാതിരിക്കാനാണ്. പ്രപഞ്ചത്തിന്റെ അകത്ത് പഠിച്ചവനോട് കയറാതെ മാറ്റി നിർത്തിക്കുന്നത് എന്തിനാ വെച്ചാൽ സയൻസിന്റെ കണ്ടുപെടാതിരിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്തൊരു ഗതികേട് തന്നെ പഠിച്ചവന്. പ്രളയം വന്നപ്പോ എത്ര മനുഷ്യന്മാര് മരിച്ചു. ശ്രദ്ധിച്ചേക്കണേ, ഈ ഭാഗം വീഡിയോ കട്ട് ചെയ്യുന്നു, ബാസിൽ അപ്രത്യക്ഷനാകുന്നു. ഞാൻ വെറുതെ പറയല, ശ്രദ്ധിച്ചു. ഇതൊക്കെ ദൈവം ഉണ്ടെങ്കിൽ നടക്കുവോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ മരിക്കും. ഞാൻ വീട്ടിലിരിക്കണം, എന്റെ വീട്ടിൽ ഞാൻ പൂട്ടിയിട്ടിരിക്കണം, എന്നാലും ഞാൻ മരിക്കും. അപ്പൊ ക്രൂരമായൊരു മരണം ഉണ്ടല്ലോ. ഇത് ഞാൻ കട്ട് ചെയ്തതല്ല. ആ ചൂരൽ മല എന്ന് കേട്ടപ്പോ ബാസിൽ നിന്റെ മുഖം ഓർമ്മ വന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പ മുങ്ങി ബാസിൽ. അവിടെ ബാസിലുണ്ട്, എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംസാരം പുറത്തു വിട്ടപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്താ കാരണം? ബാസിൽ എന്നോടുള്ള പ്രതികാരദാഹത്തിന്റെ തുടക്കം CP സലീം ഈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിനകപ്പെട്ട് മണ്ണിനടിയിലും വെള്ളത്തിലും പെട്ടുപോയ മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ അവയവങ്ങൾ, മൃതശരീരങ്ങൾ ആളുകൾ പെറുക്കിയെടുക്കുന്ന സമയത്ത് ബാസിലിന്റെ പിതാവ് പള്ളി മിമ്പറിൽ കയറി നിന്ന് പറഞ്ഞത്, ആ അപകടത്തിൽപ്പെട്ടവർ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് പേടിക്കാനില്ല, അവർ സുഖലോലുപതയുടെ സ്വർഗീയ ജീവിതം ബർസഖിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമ്മക്കാണ് പരീക്ഷണം. ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ മരണപ്പെട്ടു പോയവർ മതം വിശ്വസിച്ചവരാണെങ്കിൽ ഓർക്കൊന്നും പേടിക്കാനില്ല, ഒരു സ്വർഗത്തിന്റെ സുഖാസ്വാദനങ്ങൾ അനുഭവിച്ചു തുടങ്ങി, അല്ലാത്തവർക്കാണ് പരീക്ഷണം എന്നും ഈ ദുരന്തം ഇതിനെ അതിജീവിച്ച മനുഷ്യർക്ക് ഈ ദീൻ സ്വീകരിക്കാനുള്ള
ഒരു 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 സൂചനയായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് കാണണമെന്നും അതാണ് ഈ ദുരന്തമുഖത്ത് ആ ഹിദായത്ത് കിട്ടാൻ വേണ്ടി എല്ലാ മനുഷ്യരെയും മുസ്ലിമാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ദുരന്തങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും ഇങ്ങനത്തെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നമ്മൾ മരണാനന്തരം സ്വർഗത്തിലെത്താൻ നമ്മൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇസ്ലാം സ്വീകരിക്കണം എന്ന് ദഅവത്ത് നടത്താനുള്ള സുവർണാവസരമാണ് ഇത്തരം ദുരന്തങ്ങൾ എന്ന് പ്രസംഗിച്ച മഹാദുരന്തമായിരുന്നു CP സലീം. ആ CP സലീമിന്റെ ജുമുഅ ഖുത്ബ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോയിൽ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വൃത്തിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തപ്പോഴാണ് ബാസിൽ എന്നോടുള്ള കുടിപ്പക തുടങ്ങിയത്. അന്ന് തുടങ്ങിയതാണ് ബാസിലിന്റെ സൂക്കേട്. അതിപ്പോ കോഴിക്കോട് കോടതി വരെ എത്തി. എല്ലാ കേടും തീർത്തിട്ടേ പുറത്തു പോകുള്ളൂ. പിന്നെ ബാസിൽ ഇപ്പൊ പറഞ്ഞു നടക്കുന്ന ഒരു വീരസ്യം, കോടതി നടപടികളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ പേടിച്ച്, ബാസിലിന്റെ കേസ് പേടിച്ച്, യൂട്യൂബിന്റെ നടപടി പേടിച്ച് ഞാൻ 500ഓളം ഷോർട്ട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് ബാസിലിന്റെ പരാതി. ആ പരാതിക്കുള്ള പരിഹാരം അധികം താമസിയാതെ വരും ബാസിൽ കാത്തുക്ക്. അല്ലാതെ ഇപ്പൊ കോഴിക്കോട് സിവിൽ കോർട്ടിലെ കേസ് തീരട്ടെ എന്ന് പറഞ്ഞിരുന്നാല് ചിലപ്പോൾ ബാസിലിനും എനിക്കും പ്രായം. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലൊക്കെ തീരുമാനത്തിൽ ഉണ്ടാക്കാം. ബാസിലിന്റെ എല്ലാ പരാതികളും നമ്മൾ പരിഗണിക്കും. പിന്നെ ബാസിലിനെ കുറച്ചങ്ങോട്ട് അയച്ച് ഒന്ന് ഓടാൻ വിട്ട ഒരു കാര്യമുണ്ട്, ആ തോട്ടത്തിലെ കേസ്. അതും ബാസിലിനുള്ളത് തരാം. എങ്ങനെയാണ് വീഡിയോകൾ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചത് എന്ന് ബാസിൽ എന്റെ വീഡിയോ എന്താണ് ചെയ്തതെന്ന് വെച്ച് തന്നെ പരീക്ഷണം പറഞ്ഞുതരാം. അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ തോട്ടവും പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ള കഥ ഞാൻ പറഞ്ഞത് നുണയാണോ ശരിയാണോ നമുക്ക് ഒന്നുകൂടി വരാം, അതിലേക്ക് വരാം. എൻ്റെ ഈ പിത്തലാട്ടങ്ങളൊക്കെ ഒരു വിധം ഇങ്ങനെ ഊരി വിടണം. എന്താ അറിയോ, എത്ര വരെ പോകും നമുക്ക് നോക്കാം. അതിന് മുമ്പ് സായിബുമായിട്ട് കുറച്ച് ഇടപാടുകൾ ഒന്ന് തീർത്ത് ശരിയാക്കി തട്ടെ. തരാട്ടാ. മരണം ഉണ്ടെങ്കിൽ ദൈവം ഇല്ല എന്നുള്ളതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാമോ ഞാൻ ചോദിക്കണം. ഒന്നുകൂടി റീഫോർമുലേറ്റ് ചെയ്യാമോ ആ ക്വസ്റ്റ്യൻ? ഞാൻ ചോദിച്ചത് എന്താ അറിയോ, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്നില്ലേ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ പറഞ്ഞത് അതായത് ആർക്കും മനസ്സിലായില്ല. അതായത് ആ ഒരു പോയിന്റ് ആണ് പറയുന്നത്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നല്ലോ, പ്രയാസം ഉണ്ടാവില്ലായിരുന്നല്ലോ. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ബാസില് ഈ ചുരൽമല ദുരന്തം പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാണുന്നു, എന്റെ കൈ കിട്ടും എന്നൊക്കെ ആയപ്പോ ബാസിൽ പതുക്കെ ഊരി ബാസിലിന്റെ ഇടങ്കൈയായ സമദ് മുന്നിലോട്ട് കയറി വന്നു. ബാസിലിന്റെ ഇടങ്കൈയാണ് സമദ്. അപ്പൊ സമദ് ഇനി മാറ്റനെടുത്തു. ഇനി സമദാണ് ബാക്കി അള്ളാനെ ശരിയാക്കി കൊടുക്കുന്നത്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ എങ്ങനെ പറയാം? ഒരു സാധനം ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും വേറൊന്ന് വരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാവർക്കും സുഖമാവണമായിരുന്നു, അതിനോട് പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ദൈവം അങ്ങനെ അല്ല, ശരിക്കും നമ്മള് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെന്തിനാ ഇവര് ദൈവത്തിനെ വിളിക്കാൻ പോകുന്നേ? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തരാം എന്ന് പഠിച്ചോ പറഞ്ഞിട്ടില്ലാത്തോണ്ട് നമ്മൾ അങ്ങനെ പറയണേ കുഴപ്പമില്ല. അപ്പൊ ദൈവം ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്നെ വിളിക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാ, അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനെ പോയാ നമ്മൾ വാനിറ്റി ബാഗിൽ നിന്ന് പഠിച്ചോനെ പുറത്തെടുക്കേണ്ടി വരും. ഇത്ര നേരം നിങ്ങൾ പോയ പഠിച്ചോനെ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നൊരു ക്ലെയിം ഇയാൾ മുന്നോട്ട് വെക്കുമ്പോ വർത്താനം പറയണ ദൈവത്തിനെ പുറത്തെടുക്കണം. വർത്താനം പറഞ്ഞ ദൈവത്ത് ആണെങ്കിൽ ആ ദൈവത്തിന് ഭാഷ ഉണ്ടാവും. ആ ഭാഷ ഉണ്ടെങ്കിൽ ആ ദൈവം ഏതാന്ന് പിടുത്തം കിട്ടും. ഈ ഘട്ടത്തിൽ അള്ളാനെ പുറത്തെടുക്കല്ലാതെ വേറെ നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് സമദ് എത്തിപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഇത്ര നേരം വാനിറ്റി ബാഗിൽ ഒളിപ്പിച്ചു വെച്ച പഠിച്ചോനെ പതുക്കെ പുറത്തെടുക്കേണ്ട ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. നോക്കാം. അല്ല, എന്താ വിശ്വാസം മനസ്സിലാക്കുന്ന ദൈവം? വിശ്വാസികൾ മനസ്സിലാക്കുന്ന ദൈവം എന്താ? ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ ഒരു എന്തിനെങ്കിലോ നേരെ വിളിക്കൂ, അത്രേ ഉള്ളൂ. ഒന്നും ചെയ്തരില്ല, വെറുതെ കുറെ പൈസ കൊണ്ടിടൂ, കുറെ വഴിപാട് ചെയ്യൂ, വെറുതെ. വളരെ ശരി. ഈ ദൈവത്തെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല, ഇങ്ങനെ ദൈവത്തെ അംഗീകരിക്കാൻ പാടില്ല. വെറുതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും പോയി വഴിപാടുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക, അങ്ങോട്ടൊന്നും നടക്കുന്നില്ല. നമ്മളൊപ്പാണ്, ഒരേ നിലപാടാണ് സമയത്ത് നമ്മൾ അംഗീകരിച്ചു. അങ്ങനത്തെ ദൈവമില്ല, അങ്ങനത്തെ ഒരു ദൈവം ആകെ ഉള്ളൂ. ഉണ്ട് എന്ന് പറയപ്പെടുന്ന ദൈവം അങ്ങനത്തെ ദൈവമുള്ളൂ. നേരത്തെ പറഞ്ഞ ബാലരമീത്തി ബാലമംഗളത്തി മോഹനി കുട്ടിച്ചാത്തനും ഡിങ്കനും പോലത്തെ പഠിച്ചവനൊന്നും വിശ്വസിക്കൂല. ശരിയാണ്, വിശ്വസിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പഠിച്ചവൻ തന്നെ ഖുർആനത്തെ പഠിച്ചവനും. ബാലരമയില് മായാവി എന്ന് പേര് മാത്രമല്ല, മായാവിക്ക് ഒരു രൂപം വരച്ചിട്ടുണ്ട്. ഖുർആനിലും മായാവിക്ക് മായാവി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, രൂപമില്ല എന്ന് പറയണു. അതേ സമയത്ത് 2 വലത്തെ കൈയാണ്, 2 വലത്തെ കാലാണ്, അള്ളാഹ്ക്ക് അള്ളാഹ്ക്ക് ഇടതുണ്ടാവൂല, അള്ളാഹ്ക്ക് പുറകുണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കം സുന്നികൾ മുജാഹിദുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു അർഷിൽ കുത്തിരിക്കണമെങ്കിൽ ഇപ്പൊ സീറ്റ് വേണ്ടേ? ഇരിക്കുക എന്ന് പറഞ്ഞാൽ, കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഇതുണ്ടല്ലോ,
കാല് കയറ്റി വെക്കുന്ന കുറുസ് പിന്നെ ഇതുണ്ട്. അപ്പൊ അർഷും കുറിശും ഒക്കെ ഉള്ള അള്ളാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ടോ, അതോ രണ്ട് വലത്തെ കൈയാണോ രണ്ട് വലത്തേക്കാലാണോ? അള്ളാഹ്ക്ക് എങ്ങനെ ഇടതുണ്ടാവും? കാരണം ഇടത് എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമാണല്ലോ, കറുപ്പ് ഇടത് എന്നൊക്കെ പറയണത്. ഇത് വല്ലാത്തൊരു ഗുരുവാലാണ്. ഒന്നും നോക്കണ്ട പിന്നെ സമതെ അള്ളാഹിനെ അടിച്ച് പുറത്തേക്ക് ഇടുക. ദൈവം, വിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണ്? അവിശ്വാസികളല്ലേ പറയേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരോട് ചോദിച്ചിട്ട് വിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം ഏതാന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം അങ്ങനെ അപ്പോ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ പ്രയാസങ്ങൾ പാടില്ല എന്ന് പറയണമെങ്കിൽ ദൈവം അത് പറയണം, ഞാനുണ്ട്, ഞാൻ ആർക്കും പ്രയാസങ്ങൾ തരില്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്തിനാ വിശ്വസിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. അതിലേക്ക് വരാം. ഓക്കെ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചെയ്തു തരാന്ന് പറഞ്ഞിട്ടില്ല. ചെയ്തു തരാന്ന് പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ലേ? ആരാ പറഞ്ഞത്? ആരാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്? മനുഷ്യന്മാരെന്നെ. മതവിശ്വാസികളാണല്ലോ. ആ മതവിശ്വാസികളുടെ മതത്തിൽ നിന്നാണ് നമുക്ക് ദൈവത്തെ കിട്ടുന്നത്. ആ മതത്തിൽ ദൈവം പറയുന്നില്ലേ തന്നെ വിശ്വസിക്കാൻ? ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല, എടുത്തുവിട്, പഠിച്ചവനെ പുറത്തേക്ക് എടുത്തുവിട്. ഇത്ര നേരം ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പുറത്ത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു ആചാനുബാഹുവായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ പറയണമായിരുന്നു എന്ന പോയിന്റിൽ സമ്മതപ്പെട്ടു. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും പറഞ്ഞിട്ടില്ലല്ലോ, ദൈവം വിശ്വസിക്കാനും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അപ്പൊ പിന്നെ ദൈവം വിശ്വസിക്കാൻ പറഞ്ഞു എന്ന് നമ്മൾ തെളിവ് വെക്കണം. തെളിവ് വെക്കണമെങ്കിൽ എവിടെ പറഞ്ഞു? അപ്പോ സമത് പറയാണ്, ഞങ്ങൾ പറയണത് ദൈവത്തിന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? മതങ്ങൾ പറഞ്ഞ ദൈവമല്ലേന്നായി. ആയിക്കോട്ടെ, അപ്പൊ മതങ്ങൾ പറഞ്ഞ ദൈവമാണെങ്കിൽ സമതിന് ആരെ പുറത്തെടുക്കണം? അള്ളാഹിനെ പുറത്തെടുക്കണം. അള്ളാഹിനെ പുറത്തെടുത്ത കഥ കഴിഞ്ഞില്ലേ? മനുഷ്യന്മാരെന്നെ. മതവിശ്വാസികളാണല്ലോ. ആ മതവിശ്വാസികളുടെ മതത്തിൽ നിന്നാണ് നമുക്ക് ദൈവത്തെ കിട്ടുന്നത്. ആ മതത്തിൽ ദൈവം പറയുന്നില്ലേ തന്നെ വിശ്വസിക്കാൻ? ദൈവം ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണോ? പിന്നെ ദൈവം എങ്ങനെയാ പറയാ ചോദിക്കട്ടെ. ദൈവത്തെ നമ്മൾ എവിടുന്ന മനസ്സിലാക്കുന്നത്? ദൈവത്തെ പറഞ്ഞു കൊടുക്കുന്ന സമത അവർക്ക് അറിയില്ല. എവിടുന്ന കേൾക്കുന്നത്, എവിടുന്ന അറിയുന്നത്? മതങ്ങൾ എന്നല്ലേ? സിംപ്ലി മതങ്ങൾ എന്നല്ലേ? അല്ലേ? ആ മതങ്ങൾ പറയും ദൈവം, എസ്പെഷ്യലി ഇസ്ലാം പറയും ദൈവം. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ മതങ്ങൾ പറഞ്ഞുണ്ടാക്കിയ സാധനമാണ്. സിമ്പിൾ. സമത് സത്യം പറഞ്ഞു. കാരണം വേറെ രക്ഷയില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയണമെങ്കിൽ മറ്റേ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം, നിങ്ങൾ ഇന്നെ വിശ്വസിക്കണം, നിങ്ങൾക്ക് ഞാനല്ലാതെ ആരുമില്ല, നിങ്ങൾ ഇന്നല്ലാതെ വിളിക്കരുത്, ഞാനല്ലാതെ വലിയവനില്ല എന്നൊക്കെ പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തിനെ എങ്ങനെയെങ്കിലും പിടിച്ച് മതത്തിന്റെ കൊട്ടയിലേക്ക് ഇടണം. ഒരൊറ്റ ചോദ്യം അവിടെ ചോദിച്ചിരുന്നെങ്കിൽ ബാസിലിന്റെ പിന്നാത്ത ബസ്സിൽ സമതും കയറിയനെ. എന്താ? ഏത് മതം പറഞ്ഞ ദൈവം എന്ന് ചോദിക്കണം. ഏത് മതം പറഞ്ഞ ദൈവം? ഹിന്ദു മതം പറഞ്ഞ ദൈവമോ, ക്രിസ്ത്യാനിറ്റി പറഞ്ഞ ദൈവമോ, യഹൂദ മതം പറഞ്ഞ ദൈവമോ? അതൊക്കെ ഒന്നാണ് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അള്ളാഹിനെ പിടിച്ച് വാനിറ്റി ബാഗിൽ ഇട്ടിട്ട് പ്രപഞ്ചത്തിന്റെ പുറത്തോട്ട് പോകേണ്ടി വരും. അള്ളാഹു പറഞ്ഞു, ദൈവം പറഞ്ഞു എന്നാണെങ്കിൽ പറഞ്ഞ കിതാബായിട്ട് വരേണ്ടി വരും. അപ്പൊ ദൈവം ഒന്നുകിൽ കുറി തൊട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കുരിശ് വരക്കുന്ന ദൈവമായിരിക്കണം, അല്ലെങ്കിൽ ചന്ദ്രക്കലയേറ്റ് വരണം. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, പതുക്കെ പഠിച്ചവനെ പുറത്തേക്ക് എടുത്തുകൂട്, പരിക്കില്ലാതെ നമുക്ക് തിരിച്ചു വെക്കാം. സമതേ, പുറത്തേക്ക് എടുക്ക്. ആ ദൈവം ആക്ച്വലി നിങ്ങൾ എന്നെ അംഗീകരിക്കുകയാണ്, എന്നെ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു പ്രയാസം സംഭവിക്കില്ല, ഒരു ബുദ്ധിമുട്ട് സംഭവിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ദൈവം എന്നെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്, ആ ദൈവം എന്നെ ആരാധിക്കാൻ പറയുന്നുണ്ട്. കാരണം ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ദൈവം പറയുന്നുട്ടോ, ആ ദൈവം പറയുന്നു ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വ്യക്തമായ തെളിവുകൾ ആ ദൈവം നൽകിയതിനു ശേഷം പറയുന്നു ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരു കുന്തവും തെളിവ് വന്നിട്ടില്ല, വെറുതെ പറയാം, തൊള്ളപടായി, വേറൊന്നുമില്ല കേട്ടോ. ആ ദൈവം പറഞ്ഞു തന്നെ ഒരാൾ നുണ പറഞ്ഞാണേ. സമത് പറഞ്ഞ ദൈവം ഏതാന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എനിക്ക് കീഴ്പ്പെടണം, നിങ്ങൾ മരണത്തിന് ശേഷം നിങ്ങൾ എന്നിലേക്ക് അടുപ്പിക്കപ്പെടും. പക്ഷെ ആ ദൈവം പറയാത്ത കാര്യം നമ്മൾ ദൈവത്തിന്റെ പേര് വിശ്വസിക്കുന്നു. ദൈവം ഒരിക്കലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ചൂരൽമല്ലായിരുന്നു പറഞ്ഞ തന്നെ ഇവിടെ ഒരു അപകടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പഠിച്ചം ഒരു ദുരന്തനാണ്. എന്തിനാ പോയിട്ട് പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ പഠിച്ചവനെ പുറത്ത് നിൽക്കേണ്ടി വന്നത്. അത് ആ പ്രപഞ്ചത്തിന്റെ പിന്നില് സയൻസിന്റെ ടെലസ്കോപ്പിലൊന്നും പെടാത്തൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടാ ബാസിൽ പോയത്. അത് വന്ന് അതിനെ പിടിച്ച് പുറത്ത് കിട്ടും. ഇനിയിപ്പൊ അതിന്റെ ഒരു കഥ ആലോചിച്ചൊക്കെ ഓരോരോ കഷ്ടപ്പാട്. എല്ലാ പ്രശ്നത്തിനും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നില്ല. അതിലാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. കാരണം മതവിശ്വാസികൾ പോലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചാൽ അതെന്തായാലും ദൈവം അതന്നെ ഞാൻ ചോദിച്ച കാര്യം തന്നെ എനിക്ക് നൽകും എന്ന് മതവിശ്വാസികൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ആർഗ്യുമെന്റ്. അതിലൊരു വ്യത്യാസമല്ലേ? നമുക്കിത് ഓവർലാപ്പ് ആയിക്കാണ്. നമ്മൾ മായാവി അല്ലെങ്കിൽ ഒരു ബാലരമ കഥകൾ, ആ പുരാണ കഥകൾ, ഈ കഥകൾ കേട്ട് നമ്മൾ മനസ്സിലാച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി രാത്രി ഇരിക്കുന്നു, ധ്യാനിക്കുന്നു, അപ്പോൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, വരം തരുന്നു. ഇത് നമ്മൾ മനസ്സിൽ സേവ് ആയതുകൊണ്ടാണ്. അതല്ല ആക്ച്വലി പ്രമാണങ്ങൾ പറയും ദൈവം. ഇത് രണ്ടാണ്.
അതെ, പ്രമാണങ്ങൾ പറയുന്ന ദൈവം പുറത്തേക്ക് എടുത്താൽ ആ ദൈവത്തെയും കൊണ്ട് സമ്മതം കിട്ടുക. എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റ്. പ്രമാണം പറയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ നിങ്ങളെ കയ്യില്, ആ ദൈവത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിപ്പോ ഈ പറഞ്ഞ നിങ്ങളെ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ഹറാമ് മൊത്തം കാട്ടിക്കൂട്ടണം അവിടെ നിന്നിട്ട്. ശുദ്ധമായ ഹറാമ്. നിങ്ങൾ കഷ്ടപ്പെടണ്ട. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്രമാണത്തിൽ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞല്ലോ, ആ പ്രമാണത്തില് അങ്ങനെ പൊതിഞ്ഞു പിടിച്ച ആ ദൈവത്തിനെ കൊണ്ട് വരും. അതിനെ ഞാൻ തീരുമാനമാക്കി കൈതരാം. അല്ല, നേരത്തെ പറഞ്ഞ ബാസില് ടെലസ്കോപ്പിന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ആ മറ്റേ ദൈവം ഉണ്ടല്ലോ, ആ ഉടായ്പ ദൈവം കൊണ്ട് ഈ വഴി വരണ്ട. നിങ്ങളെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞ ദൈവം ഉണ്ടല്ലോ, നിങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്ന ദൈവം, നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നു എന്ന് പറയുന്ന ദൈവം, അയാൾ കൊടുത്തയച്ചു എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിലുള്ള ദൈവമായിട്ട് നിങ്ങൾ വരുമോ? ആ ദൈവത്തിനെ നമുക്ക് തീരുമാനമാക്കി കൈത്തരാം. അതാണ് ചാലഞ്ച്. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഞാനൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് വളർന്നതാണ്. ഇപ്പൊ ഖുറാനിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ പേടി കൊണ്ട് നിങ്ങൾ പരീക്ഷ പല രൂപത്തിൽ പേടിണ്ടാവും. ചിലപ്പോൾ ചീത്ത ഭരണാധികാരികൾ വരുമ്പോൾ നിങ്ങൾ പേടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പേടിക്കും. ഇങ്ങനത്തെ പേടി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കും. അത് എപ്പോഴെങ്കിലൊക്കെ പരീക്ഷിക്കുന്നില്ല, തീർച്ചയായും പരീക്ഷിക്കും. ഇങ്ങനെയാണ് ഒരു മതവിശ്വാസം. ആ പരീക്ഷണത്തിനെ പറ്റി ഉറപ്പായിട്ടും ദൈവം പറയുന്നു. എന്നിട്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാന്ന് പറയുന്നത്? ക്ഷീണിച്ചോ? വിശപ്പ്, രോഗം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ട അങ്ങനെയുള്ള നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ പരീക്ഷിക്കും. അതുകൊണ്ടാണ് ഈ ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ, എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ അത് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. ഈ ഒരു സന്ദേശമാണ് ദൈവം തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മതവിശ്വാസികൾ എന്ത് വിശ്വസിക്കുന്നത്? ഈ ജീവിതം ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റാണ്. ഇത് എന്ത് സംഭവിച്ചാലും അതൊരു ടെസ്റ്റാണ്. അവിടെ നമ്മൾ ക്ഷമിക്കണം, നമ്മളാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു സംഗതിയാണ് മതവിശ്വാസികളിൽ കാണുന്നത്. എന്തായാലും നല്ലോണം ക്ഷീണിച്ചിക്കണേ. ഒരു നാരങ്ങോളം വാങ്ങിക്കൊടുത്തിട്ട് വിടണേ ആരെങ്കിലും. എത്രയും നേരം എന്നിട്ട് അവരോട് ചോദിക്കാൻ നിങ്ങൾ ക്ഷീണിച്ചോന്ന്. ആരപ്പതിൽ ക്ഷീണിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാം. ഇനി അൺമാസ്കിങ് അനോമലീസിന്റെ ഒരു എംബ്ലത്തിൽ ഈ വീഡിയോയിൽ റിയാക്ഷനിൽ പെട്ടിട്ടുണ്ട്. ഞാൻ അതിന് വേറെ സെപ്പറേറ്റ് കേസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഈ കേസിന്റെ അഡീഷണൽ കേസായിട്ട് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് വാദിക്കാലോ. ഒരു ദിവസം വന്നാൽ മതിയല്ലോ. എന്താ കഥ. അപ്പൊ ഇത്ര ഉള്ള സുഹൃത്തുക്കളെ, ബീച്ചിൽ വെച്ച് നടന്ന ആ ദുരന്തത്തിൽ നമ്മളൊരു അനുശോചനം രേഖപ്പെടുത്തിയിട്ട്, അള്ളാഹുവിന്റെ പേരിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി നമ്മൾ ഇന്നത്തേക്ക് പിരിയാം. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ബീച്ചിൽ കാണുകയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് അവിടുന്ന് ആ വഴി ഒന്ന് മാറി നിന്നോളുണ്ട്, മേത്തടിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ബാസിലിനോട് പറയാനുള്ളത്, ബീച്ചിലേക്ക് പോകുമ്പോൾ കുടയോ സാരിയോ അതുപോലെയുള്ള എന്തെങ്കിലും മറകൾ വെക്കുകയും ആരുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ നിങ്ങളൊരു ഹിജാബ് ഇടുകയും ചെയ്യുന്നത് പ്രവാചകന്റെ ഒരു സുന്നത്താണ്, ഒരു അധ്യാപനമാണ്. നിങ്ങളൊരു അന്യ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഹിജാബിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, നിങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറാമാനോൻ ഈ ലെൻസിലൂടെ ഈ അന്യ സ്ത്രീയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവർ ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടോ, അവർ ഫ്രെയിമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് ഇങ്ങനെ ക്യാമറയിൽ അന്യ സ്ത്രീകളെ തന്നെ നോക്കി നിൽക്കാൻ വേണ്ടി ഈമാനുള്ള ഒരു ചെറുക്കനെ കൊണ്ട് ഈ കടപ്പുറത്ത് നിങ്ങൾ നിർത്തി, എന്നിട്ട് അവസാനം വല്ല കിട്ടപ്പോലുള്ള സംഗതിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വെറും ഈ ഹറാമ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടപ്പുറത്ത് പോയിട്ട് വെറുതെ മാനം കെടാൻ ആ സ്റ്റുഡിയോയിൽ നിന്നാൽ തന്നെ കിട്ടുമല്ലോ ആവശ്യത്തിനുള്ളത്. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഞാൻ ഇവിടുന്ന് തരാമല്ലോ. നിങ്ങൾ എന്തിനാ ഈ കോടയും കുന്തമൊക്കെ പിടിച്ചിട്ട് ഈ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇടുന്ന എരന്ന് മേടിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അറ്റ്ലീസ്റ്റ് അവനവൻ്റെ കയ്യിൽ ആ ദീനുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. തൊള്ളവടായി മാത്രം നാട്ടുകാരെ കുട്ടികളെ ചീത്ത വിളിക്കാൻ മാത്രമല്ല, അവനവൻ്റെ ചെയ്ത്തിലും പ്രവൃത്തിയിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന ദീനും കരുതലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളെ തൽക്കാലം എടുക്കേണ്ട വിചാരിച്ചാൽ, പക്ഷേ ഇതുപോലത്തെ കോമാളിത്തരം കാണിച്ച ആരായാലും പറഞ്ഞു പോകും എന്ന് മാത്രം മനസ്സിലാക്കാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സൽബുദ്ധി തോന്നട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പകതിരിവുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു.